കേരളത്തിലെ ഉത്സവ പറമ്പുകൾ പലപ്പോഴും ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും വേദികളാണ്. എന്നാൽ ഈ ആവേശം ആക്രമണപരമായി മാറുന്നതും ക്രമസമാധാന പാലനത്തിനെത്തുന്ന പോലീസിന് നേരെ തിരിയുന്നതും ഗൗരവകരമായ ഒരു സാമൂഹിക പ്രശ്നമാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം പിടവൂർ ക്ഷേത്രോത്സവത്തിനിടെ നടന്ന പോലീസ് വാഹന ആക്രമണവും അതിലെ പ്രതി സജീവ് എന്ന ദേവനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയതും വർത്തമാനകാല കേരളം വലിയ ചർച്ചയാക്കിയ സംഭവമാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള പിടവൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഉത്സവ പറമ്പുകളിലെ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി പത്തനാപുരം പോലീസിന്റെ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി. ഈ സമയത്താണ് നാടിനെ നടുക്കിയ ആക്രമണം നടന്നത്. പെട്രോളിംഗ് സംഘം സഞ്ചരിച്ച ജീപ്പിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതി സജീവ് തന്റെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. കേവലം ഒരു അപകടം എന്നതിലുപരി കൃത്യമായ ലക്ഷ്യത്തോടെ പോലീസിനെ വധിക്കാനുള്ള ശ്രമമായിരുന്നു ഇതെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോലീസ് ജീപ്പിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു. വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ നാട്ടുകാരും പോലീസും പ്രതികരിക്കും മുൻപേ സജീവ് വാഹനം വേഗത്തിൽ ഓടിച്ച സ്ഥലത്തു നിന്നും അപ്രതീക്ഷിതനായി. പോലീസിനെ ആക്രമിച്ചാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഉറപ്പായിരുന്ന പ്രതി വളരെ ആസൂത്രിതമായാണ് ഒളിവിൽ പോകാൻ പദ്ധതിയിട്ടത്. ഒരു സാധാരണ ക്രിമിനലിന്റെ ബുദ്ധിക്കപ്പുറം പോലീസിനെ എങ്ങനെ വെട്ടിക്കണം എന്നതിൽ ഇയാൾ പ്രത്യേക ശ്രദ്ധ പുലർത്തി. സിനിമകളിൽ കാണുന്നത് പോലെ തിരിച്ചറിയാതിരിക്കാൻ സജീവ് തന്റെ രൂപം പൂർണ്ണമായി മാറ്റി. നീട്ടി വളർത്തിയിരുന്ന താടിയും മീശയും മുടിയും പാടെ മുറിച്ചു കളഞ്ഞു. ഇതോടെ പോലീസിന്റെ കൈവശം പഴയ ചിത്രങ്ങളുമായി ഇയാൾക്ക് യാതൊരു സാമ്യവുമില്ലാതായി. ആധുനിക കാലത്ത് പോലീസ് പ്രതികളെ പിടികൂടാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മൊബൈൽ ടവർ ലൊക്കേഷനാണ്. ഇത് മനസ്സിലാക്കിയ സജീവ് തന്റെ മൊബൈൽ ഫോൺ വഴിയിൽ ഉപേക്ഷിച്ചു. സൈബർ സെല്ലിന്റെ അന്വേഷണം വഴിമുട്ടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കേരളത്തിൽ സുരക്ഷിതനായിരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു. തെങ്കാശിയിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും മുൻപ് പരിചയമുള്ള ചില രഹസ്യ കേന്ദ്രങ്ങളിലും ഇയാൾ അഭയം തേടി. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചതോടെ സൈബർ തെളിവുകൾ ഇല്ലാതെ പോയത് പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. പത്തനാപുരം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഇയാളുടെ മുൻകാല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇയാൾ മുൻപ് സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സജീവ് തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം തെങ്കാശിയിലേക്ക് നീങ്ങി. അവിടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിൽ രൂപം മാറിയിരുന്ന സജീവിനെ പോലീസ് തിരിച്ചറിഞ്ഞു. വളരെ വേഗത്തിലുള്ള നീക്കത്തിലൂടെ ഒളിത്താവളം വളഞ്ഞ പോലീസ് പ്രതിയെ കീഴടക്കി. വേഷം മാറിയിരുന്നിട്ടും പിടികൂടിയ ഉടൻ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചു. സജീവിനെ പിടികൂടിയ ഉടൻ തന്നെ കേരള പോലീസ് തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറസ്റ്റ് ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. നിയമത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കുറിപ്പോടെ പുറത്തുവിട്ട വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലുമായി. ഒളിത്താവളത്തിൽ നിന്നും സജീവിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതും ഇയാളുടെ മാറ്റം വന്ന രൂപവും വീഡിയോയിൽ വ്യക്തമായിരുന്നു. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നവർക്കും ഇതൊരു പാഠമായിരിക്കുമെന്ന് പോലീസ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. പ്രതിയെ പത്തനാപുരത്ത് എത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തി. ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അതിശക്തമാണ്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവമായ ആക്രമണം, സർക്കാർ വാഹനം തകർത്തതിലൂടെ ഖജനാവിന് നഷ്ടമുണ്ടായി, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈ സംഭവം പത്തനാപുരം മേഖലയിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ഉത്സവങ്ങളോടനുബന്ധിച്ച് ലഹരി ഉപയോഗവും തുടർന്നുണ്ടായ ആക്രമണവും കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസിനെ പോലും ആക്രമിക്കാൻ മടിക്കാത്ത കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് ജനങ്ങളുടെ സുരക്ഷിത ബോധം വർദ്ധിപ്പിക്കും. ഉത്സവങ്ങൾ സമാധാനപരമായി നടത്താൻ ജനങ്ങൾ സഹകരിക്കണമെന്നും നിയമം ലംഘിക്കുന്നവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്നും പോലീസ് ഈ സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സജീവ് എന്ന ദേവന്റെ അറസ്റ്റ് കേവലം ഒരു കേസ് അന്വേഷണമല്ല, മറിച്ച് സാങ്കേതിക വിദ്യകൾക്കപ്പുറം പോലീസിന്റെ നിരീക്ഷണ പാഠവും മനോബലവും തെളിയിക്കുന്ന ഒന്നാണ്. രൂപം മാറിയ ഫോൺ ഉപേക്ഷിച്ചും നിയമത്തിന്റെ കണ്ണു വെട്ടിക്കാമെന്ന കുറ്റവാളികളുടെ വ്യാമോഹത്തിന് പത്തനാപുരം പോലീസ് നൽകിയ മറുപടിയാണിത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നീതി ഉറപ്പാക്കാനും പൊതുമുതൽ നശിപ്പിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് ശക്തമായ താക്കീത് നൽകാനും ഈ നടപടിയിലൂടെ സാധിച്ചു.